ഞങ്ങളിപ്പോൾ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലോട്ടേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ബാംഗ്ലൂർ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഹോട്ടലിൽ റൂം എടുത്തു കേട്ടോ. ഞങ്ങൾ റൂം എടുത്ത് കുറച്ച് നേരം വിശ്രമിച്ചിട്ടാണ് പിന്നെ പുറത്തോട്ട് ഇറങ്ങിയത്. അങ്ങനെ റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായിട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ കേരള ഫുഡാണ് പ്രൊവൈഡ് ചെയ്യണത്, ശരിക്കും നാടൻ കേരള ഫുഡ്. ഇതാണ് കേട്ടോ ശ്രീ ചാമരചന്ദ്ര പാർക്ക്. ഇവിടെ ആൾക്കാർ യൂഷ്വലി ജോഗിങ്ങിനും എക്സസൈസും പിന്നെ ഈ ഫാമിലി ആയിട്ട് ഔട്ടിങ്ങിനായിട്ടാണ് വരുന്നത്. ഇവിടെ ശരിക്കും നല്ല ആംബിയൻസ് ആട്ടോ. കുറേ മരങ്ങളും കുറേ ചെടികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പം ചെറിയൊരു പൊടിമഴ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും നല്ല രസമുള്ളൊരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ ആ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മുമ്പോട്ട് നടന്നിട്ട് ഞങ്ങൾ മെട്രോ കയറി അടുത്ത സ്ഥലത്തോട്ട് പോയത് ബ്രിഗേഡ് റോഡാട്ടോ. ഇതാണ് കേട്ടോ ബ്രിഗേഡ് റോഡ്. ഇവിടെ നല്ല തിരക്കുണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആൾക്കൂട്ടമുള്ളൊരു സ്ഥലമാണ്. മാത്രമല്ല ബാംഗ്ലൂർ ഒരു വലിയൊരു IT സെക്ടർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പല പല നേഷൻസിൽ നിന്ന് വന്ന് താമസിക്കുന്നത്. ശരിക്കും നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ശരിക്കും നൈറ്റ് ലൈഫ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായിട്ടോ. അപ്പം ഞങ്ങളൊരു 7-8 കിലോമീറ്റർ മുമ്പോട്ടേക്ക് നടന്നു ഇനിയും എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഞങ്ങൾ റൂം എടുത്തിരിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലോട്ടേക്ക് പോയിട്ടോ. അങ്ങനെ ഇതോടെ ഞങ്ങളുടെ ട്രിപ്പ് തീർന്നു കേട്ടോ. ഇനി ഒന്നുമില്ല, ഞങ്ങൾ വീട്ടിലോട്ടേക്ക് തിരിച്ചു പോകാൻ പോവാണ്.